ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഹരിത പ്രഖ്യാപനങ്ങൾ നടത്തി. ഗ്രാമപഞ്ചായത്തിലെ 11 വിദ്യാലയങ്ങൾക്കും 34 അംഗനവാടികൾക്കും ഹരിത കേരളം മിഷന്റെ സർട്ടിഫിക്കറ്റുകളും നൽകി. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങൾ ഹരിത വിദ്യാലയങ്ങളായും അംഗനവാടികൾ ഹരിത അംഗനവാടികളുമായുള്ള പ്രഖ്യാപനമാണ് നടന്നത്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ഹരിത പ്രഖ്യാപനങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് വിദ്യാലയങ്ങളിലും അംഗനവാടികളിലും പരിശോധന നടത്തുകയും A+, A, B എന്നിങ്ങനെ ഗ്രേഡുകൾ നൽകുകയും ചെയ്തു. B ഗ്രേഡ് നേടിയ സ്ഥാപനങ്ങൾക്ക് 10 ദിവസം സമയം അനുവദിച്ചു നൽകുകയും പോരായ്മകൾ പരിഹരിച്ച് A ഗ്രേഡിലേക്ക് എത്തുന്നതിന് അവസരവുമുണ്ട്. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. ഒക്ടോബർ 2, 2024 ഒക്ടോബർ 2 മുതൽ ആരംഭിച്ച ക്യാമ്പയിൻ മാർച്ച് 30, 2025 മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിലാണ് അവസാനിക്കുന്നത്. മാർച്ച് 30-ന് കേരളത്തെ ശുചിത്വ സുന്ദര നഗരമായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ വിവിധ സ്കൂളുകൾ, അതുപോലെ അംഗനവാടികൾ, സ്ഥാപനങ്ങൾ എല്ലാം ഗ്രീൻ ഓഡിറ്റിംഗ് നടത്തി. ഗ്രീൻ ഓഡിറ്റിംഗ് നടത്തിയതിൻ്റെ ഭാഗമായിട്ട് വിവിധ ഗ്രേഡുകൾ നേടിയ A ഗ്രേഡ്, A+ എന്നീ ഗ്രേഡുകൾ നേടിയ സ്ഥാപനങ്ങൾക്ക് ഇന്നിവിടെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയാണ് ചെയ്തത്. അത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു. ഇതിനകത്ത് ഗ്രേഡ് കുറഞ്ഞ B ഗ്രേഡിലേക്ക് വന്ന സ്ഥാപനങ്ങൾക്ക് ഒരു 10 ദിവസത്തെ സമയം കൊടുത്തിരുന്നു. അവർ ആ 10 ദിവസവും കൊണ്ട് അതിൽ വന്ന പോരായ്മകൾ പരിഹരിക്കും. ആ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് അവർക്ക് A ഗ്രേഡിലേക്ക് വരാൻ സാധിക്കുകയും ചെയ്തു. A+, A ഗ്രേഡുകൾ നേടിയ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ 11 വിദ്യാലയങ്ങൾക്കും 34 അംഗനവാടികൾക്കും ഹരിത കേരളം മിഷന്റെ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു.